ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ്, സ്മൂത്ത് ഗോയിങ് ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ? എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏത് അവസ്ഥയിലുള്ളവർക്കും ഇത് കാണാം. നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ്, സ്മൂത്ത് ഗോയിങ്, അത് ഏതൊരു സിറ്റുവേഷൻ ആണോ ഏതൊരു സിറ്റുവേഷനുള്ള ആളുകൾക്കും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫയൽ റീഡിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ വി ക്യാൻ ബാക്ക് ടു റീഡിംഗ്. അതിന് പോണേന് തൊട്ട് മുൻപായിട്ട് പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ അങ്ങനെ കൊടുക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വലിയൊരു ഒരു കലാപം ഇവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കലാപം, അല്ലെങ്കിൽ എന്താ അതിനെ പറയുക, ഒരു തല്ലുപിടുത്തം, അല്ലെങ്കിൽ വാക്ക് തർക്കം, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്. പല കാര്യങ്ങളും ഇവിടെ തെളിയാതെ കിടക്കുന്നു. പല കാര്യങ്ങളും ഇവിടെ വ്യക്തമാകാതെ കിടക്കുന്നു. കുറേ കാര്യങ്ങൾ, കുറേ സത്യങ്ങൾ ഇനി പുറത്തേക്ക് വരാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടായിരുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കിവിടെ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങളായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങളായിട്ടുള്ള പ്രണയബന്ധം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത ഒരു സ്റ്റക്കിംഗ് എന്ന് പറയില്ലേ, സ്റ്റക്ക് എനർജി അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വന്നതായിട്ട് കാണിക്കുന്നു. അതിലൂടെ നിങ്ങൾക്കും ഈ വ്യക്തിക്കും നല്ല രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ അതൊരു പെട്ടെന്ന് തന്നെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു, അത് വേഗം തന്നെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ സ്മൂത്ത് ഗോയിങ്ങിലേക്കല്ല, നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോവാം. ഇനിയിപ്പോ ഈ പേഴ്സണായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും അത്ര ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ. ഈ പേഴ്സൺ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങളുടെ ചോദ്യത്തിന് തരുന്നില്ല. സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ചിലപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ടുമുട്ടിയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടിയ പേഴ്സൺ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം അട്രാക്ഷൻ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സൗന്ദര്യമായിട്ടുള്ള, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള രണ്ടാൾക്കാരായിരിക്കാം. നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു ഡിവൈൻ ബ്യൂട്ടി ഉണ്ട്. അതായത് ആ ഒരു ദൈവികതയുള്ള ആ ഒരു ഭംഗി, അല്ലെങ്കിൽ ഐശ്വര്യപൂർണമായിട്ടുള്ള ആ ഒരു ഭംഗിയും തേജസ്സുമുള്ള രണ്ടാൾക്കാരായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ചുറ്റിനും അല്ലെങ്കിൽ നിങ്ങളുടെ നേർക്ക് ഈ വ്യക്തിയുടെ ശ്രദ്ധ വരുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയസിലൊക്കെ ആക്റ്റീവ് ആയിരിക്കാം, ഫോട്ടോസൊക്കെ നല്ല രീതിയിലൊക്കെ ഇടുന്ന ആൾക്കാരായിരിക്കാം, അട്രാക്റ്റീവ് ആയിട്ടുള്ള രണ്ടാൾക്കാരായിരിക്കാം. സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട്സ് ഒക്കെ കയറി ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറിച്ചിട്ട് മറ്റുള്ളവരോട് അന്വേഷിക്കുന്നുണ്ട്. അതാണ് നമുക്ക് കൂടുതലായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് വേണം. നിങ്ങളെ കളയാൻ തയ്യാറല്ല. പക്ഷെ നിങ്ങൾ കല്യാണത്തെക്കുറിച്ചോ ഒരു കമ്മിറ്റ്മെന്റിനെ കുറിച്ചോ ഈ വ്യക്തിയോട് ചോദിക്കുമ്പോൾ ഈ വ്യക്തി പറയുന്നത് സമയമാകട്ടെ, ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം, അല്ലെങ്കിൽ എനിക്ക് സമയം വേണം, ഇത് ശരിയായിട്ടുള്ളൊരു സമയമല്ല, എനിക്ക് കുറച്ചുകൂടെ ടൈം വേണം, എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണം. അത്തരത്തിലുള്ള ഒരു രീതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മറുപടിയാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ കൺഫ്യൂസ്ഡ് ആണ്. ബിക്കോസ് ഈ വ്യക്തി ഒരു തീരുമാനം പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു തീർപ്പായിട്ടുള്ള ഒരു ഉത്തരം ഈ വ്യക്തി തരുന്നില്ല.
സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ കാണിക്കുന്നു. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തേ തീരൂ. അങ്ങനെ ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇവളെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ, അതായത് ഈ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു പൂർണ്ണ ബോധ്യത്തിലേക്ക് ഈ വ്യക്തി വന്നതായിട്ട് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ടാരറ്റ് റീഡിങ്ങും ഈ ഒരു പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാകാം, ഓക്കെ നിങ്ങൾ ഒരുപാട് മാറി, നിങ്ങളുടെ സ്വഭാവത്തിലും സംസാരത്തിലും ചിന്താഗതികളിലും എല്ലാ കാര്യത്തിലും ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം തന്നെയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു മാറ്റം ഈ വ്യക്തിയെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒരു ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുവിടുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഈ വ്യക്തിക്ക് പണ്ട് ഉണ്ടായിരുന്നില്ല. അതായത് പണ്ടത്തെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. നമുക്ക് മൗണ്ടൻ കാർഡൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. സോ അതൊരു പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറയില്ലേ ഒരു മല പോലെ പ്രശ്നങ്ങൾ നിൽക്കുക എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലൂടെ ഈ വ്യക്തി ഫേസ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ആ ഒരു സമയത്തായിരുന്നു നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിലേക്ക് ഈ വ്യക്തി ആയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വ്യക്തി ഒരുപാട് സന്തോഷിച്ചു. കാരണം നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഈ വ്യക്തി ഒരുപാട് സന്തോഷിച്ചു. ഈ വ്യക്തിയുടെ പ്രശ്നങ്ങളെല്ലാം മറന്നുകൊണ്ട് ഈ വ്യക്തി സന്തോഷിച്ചു, നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പക്ഷെ ഈ വ്യക്തിക്ക് അത് സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നപ്പോഴാണ് ഈ ഒരു സെപ്പറേഷൻ ജേണിയിലേക്ക് നിങ്ങൾ രണ്ടുപേരും പോയത്. അതിന് ഈ വ്യക്തി ഒരുപാട് നിങ്ങളുടെ അടുത്ത് സോറി പറയുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ അടുത്ത് നേരെ വന്ന് സോറി പറയുന്നില്ല എങ്കിൽ പോലും ഈ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്ത് സോറി പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതം മതിയായിരിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് എല്ലാത്തിനെയും ഫേസ് ചെയ്ത് നടക്കുന്ന ഈ ഒരു ജീവിതം ഈ വ്യക്തിക്ക് മതിയായതായിട്ട് കാണിക്കുന്നു. അതിനോടൊരു മടുപ്പ് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് വലിയൊരു മരുഭൂമിയിൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുന്ന കാർഡാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഒരു ഭാഗത്ത് ഈ വ്യക്തിയുടെ പ്രശ്നം, മറുഭാഗത്ത് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഏത് വഴി സ്വീകരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആശയക്കുഴപ്പം. പക്ഷെ ഈ വ്യക്തി ക്ലാരിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് നിങ്ങളോടുള്ള ഈ ഒരു അട്രാക്ഷൻ, നമുക്ക് സ്പാർക്ക് എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. അതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇത് ചിലപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിരിക്കുന്ന വ്യക്തിയായിട്ടൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ വേറെ ആരോടും ഈ വ്യക്തിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷെ അത് ഈ വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി ഒരിക്കലും അത് സമ്മതിച്ച് തരില്ല. ഓക്കെ, ബിക്കോസ് അത്രയും നിങ്ങളിൽ അഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അത്രയും നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരു പേഴ്സണെ വിചാരിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് നിങ്ങളുമായിട്ട് തന്നെ കൂടിച്ചേരണം എന്ന് തന്നെയാണ് ഈ വ്യക്തി നേരെയുള്ള മനസ്സിൽ ചിന്തിക്കുന്നില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ പോലും ഈ വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ തന്നെയാണ്. സോ ഈ ഒരു ഒറ്റപ്പെടൽ, അതായത് ഈ ഒറ്റപ്പെട്ടിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ മാറ്റമാണ് നമുക്ക് ദൈവികമായിട്ടുള്ള ഒരു കണക്ഷൻ. ഈ വ്യക്തി ചിലപ്പോൾ അമ്പലങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ടാകാം, പള്ളികളിൽ പോകുന്നുണ്ടാകാം, ബ്രഹ്മ, ഗംഗപുത്ര, കാവേരി, അത്തരത്തിലുള്ള പുണ്യ നദികളിലൊക്കെ ഈ വ്യക്തി തീർച്ചയായിട്ടും മുങ്ങി നിവർന്നിട്ടുണ്ടാകണം. അല്ലെങ്കിൽ എന്തോ ഒരു തീർത്ഥം തളിക്കുന്ന ഒരു രീതിയൊക്കെ ഈ വ്യക്തി ചെയ്യുന്നുണ്ട്.
സോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തി കുറച്ചും കൂടി സ്പിരിച്വലി അവേക്കനിങ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആത്മീയമായിട്ട് കുറച്ചും കൂടി അടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിയുടെ സ്വഭാവത്തിലും ചിന്താഗതികളിലും സംസാരത്തിലും ഒക്കെ ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് മറന്നു പോയോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചോ എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങൾ മാറ്റി വെച്ചേക്കൂ. കാരണം നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യാതെയും ഈ പേഴ്സണെ മൈൻഡ് ചെയ്യാതെയും ഈ വ്യക്തിയുടെ പുറകെ നടക്കാതെയും ആയപ്പോൾ ഈ വ്യക്തി തീർച്ചയായിട്ടും ഒരു ഡിപ്രഷനിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലിലേക്ക് പോയി. ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും ഈ വ്യക്തി ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ പറയില്ല, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ലായിരുന്നു, പക്ഷെ ഈ വ്യക്തി ആ ഒരു വില അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയെ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണ ബോധ്യം ഈ വ്യക്തിയുടെ ചിന്തകളിലേക്ക് വരുന്നുണ്ട്. തിരിച്ചറിവുകൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യൂണിവേഴ്സ് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ്, സന്ദേശം എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ചെയ്യുക. ഓക്കെ, കമന്റ് ഇടുക. ആൻഡ് ഓൾസോ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.